പിന്നെ ജർമ്മനിയെ പറ്റിയും ഹിറ്റ്ലറെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയാതെ പോകരുത്. ഈ ഹിറ്റ്ലറെയും ഇന്ദിരാഗാന്ധിയും നിങ്ങൾ താരതമ്യപ്പെടുത്തി. നിങ്ങൾ ഹിറ്റ്ലർ വിരോധിയാണ് എങ്കിൽ ശ്രീ സന്ദീപ് വാര്യർ ആദ്യം ഉപേക്ഷിക്കേണ്ടുന്ന പ്രസ്ഥാനം RSS ആണ്. കാരണം RSS രൂപം കൊള്ളുന്നത് ഹിറ്റ്ലർ എങ്ങനെയാണോ നാസി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്, ബെനേറ്റോ മുസോളിനി എങ്ങനെയാണോ ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തത്, അതേ പ്രസ്ഥാനത്തിൽ വേഷത്തിൽ പോലും വലിയ വ്യത്യാസമില്ല. ഇപ്പോൾ നിക്കറ് മാറ്റി പാൻസാക്കി എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ സാർ. അത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അതല്ലാതെ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ തമ്മിലില്ല. നിങ്ങളൊന്ന് രണ്ട് പേരുടെ ചരിത്രവും നിങ്ങളുടെ കാലയളവും ഒക്കെ എടുത്തൊന്ന് നോക്കിയാൽ മതി. പിന്നെ പാർട്ടിക്കകത്തെ ജനാധിപത്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ LK അദ്വാനിയുടെ അവസ്ഥയെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് വേണ്ടായോ? അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് കടന്ന ആളുകളൊക്കെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുവെക്കുമെങ്കിൽ നിങ്ങളത് അഡ്വൈസറി കമ്മിറ്റിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അതല്ലാതെ വലിയ വ്യത്യാസമൊന്നും അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യ എന്ന പേരും ഭാരത് എന്ന പേരും എന്നതിനേക്കാളൊക്കെ അപ്പുറം പ്രസക്തം ഞങ്ങൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഈ രാജ്യത്തെ മതേതരവാദികൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഭാരതമെന്ന് പറയുന്നിടത്തോളം കാലം ആ പ്രത്യയശാസ്ത്രത്തെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പാരമ്പര്യമാണ്, അതിൻ്റെ പൈതൃകമാണ് ഈ രാജ്യത്തിനുള്ളത് എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്.